നമസ്കാരം. ഞാനൊന്നു നോക്കി പിന്നെയും നോക്കി 3.5 കോടി ജനങ്ങൾ കണ്ണുമിഴിച്ചു നോക്കി. പേടിക്കണ്ട, മാതൃഭൂമിയുടെ തന്നെ സർവേ ആണ്. മാതൃഭൂമിയുടെ സർവേയിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കം കണ്ടില്ലേ. പിന്നാലെ തന്നെ നമ്മുടെ മനോരമ കുത്തിത്തിരിപ്പ് സർവേയുമായി രംഗത്തേക്ക് എത്തി. വാർത്ത വിശദമായി നോക്കാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. നമുക്കറിയാം, ഇപ്പോൾ സർവേയുടെ ഒരു സമയമാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഓരോ മാധ്യമങ്ങളും സർവേ ചെയ്യും. ആ മാധ്യമങ്ങൾ ചെയ്യുന്ന സർവേ വലിയ തോതിൽ തന്നെ ചർച്ചയാകാറുമുണ്ട്. ഇന്ന് ഏറെ അതിശയിപ്പിക്കുന്ന ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നു. അതും വലതുപക്ഷ മാധ്യമവുമായിട്ടുള്ള മാതൃഭൂമിയുടെ ഒരു സർവേയാണ് പുറത്തു വന്നിട്ടുള്ളത്. പലപ്പോഴും നമുക്കറിയാം, മനോരമയും മാതൃഭൂമിയും ഒക്കെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ UDF അനുകൂലമായ ഒരു നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. അവരുടെ സർവേകളിലും അവരുടെ വാർത്തകളിലും ഒക്കെ ആ സ്വഭാവം നമുക്ക് നിറഞ്ഞു കാണാനും സാധിക്കും. ഇന്നലെ ഏറെ കേരളത്തെ ജനങ്ങളെ മുഴുവൻ ഞെട്ടിപ്പിച്ചുകൊണ്ട് അവർ ആ യാഥാർത്ഥ്യം, ആ സത്യം വിളിച്ചു പറഞ്ഞു. LDF 3.0 സംഭവിക്കും എന്ന് തന്നെ അവർ പറഞ്ഞു. അവരുടെ സർവേ ഇങ്ങനെയായിരുന്നു. അവരുടെ സർവേയുടെ റിപ്പോർട്ട് നിങ്ങൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. LDF 66 സീറ്റും UDF 62 സീറ്റും ടൈറ്റ് ഫൈറ്റ് നടക്കുന്നത് 12 ഇടങ്ങളിലുമാണ്. BJP ഒരു സീറ്റും പിടിക്കില്ല എന്നാണ് മാതൃഭൂമി പറഞ്ഞിട്ടുള്ളത്. അതായത് ചുരുക്കി പറഞ്ഞാൽ എന്തായാലും LDF തന്നെ തുടർഭരണത്തിൽ വരും എന്ന് തന്നെ മാതൃഭൂമി പറഞ്ഞു വെക്കുകയാണ്. ഈ 62 എന്ന് പറയുന്ന സീറ്റൊക്കെ അങ്ങ് കടന്നു പോകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ വഴിയെ പറയാം. പിന്നാലെ തന്നെ നമ്മുടെ മനോരമ കുത്തിത്തിരിപ്പ് സർവേയുമായി രംഗത്തേക്ക് വന്നു. അവരുടെ ഹെഡ്ലൈൻ ഇങ്ങനെയായിരുന്നു: ഇടത് സർക്കാർ തുടരണമോ? എന്നിട്ട് അവർ തന്നെ കൊടുത്തിരിക്കുന്നു 52.9% ആളുകൾ പറയുന്നു മാറണം എന്നുള്ളതാണ് എന്ന് കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ മനോരമയുടെ വായിൽ നിന്ന് ഇതിലപ്പുറത്തേക്ക് വേറൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം വാ തുറന്നിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ വ്യാജ വാർത്തകൾ, ഇടത് വിരുദ്ധ വാർത്തകൾ, കുത്തിത്തിരിപ്പ് വാർത്തകളൊക്കെ മാത്രം ഛർദ്ദിക്കുന്ന വലതുപക്ഷ മാധ്യമമായിട്ടുള്ള മനോരമയുടെ ഭാഗത്ത് നിന്ന് അവരുടെ സർവേയിൽ എന്തായാലും ഇത് വന്നില്ലെങ്കിൽ അതിശയമുള്ളൂ എന്നാണ് പറയാനുള്ളൂ. അതുകൊണ്ടായിരിക്കുമല്ലേ ഈ മനോരമയെ ഈ ടോയ്ലറ്റ് പേപ്പർ എന്നൊക്കെ പലരും വിളിക്കുന്നത്. എന്തോ ആകട്ടെ, മനോരമ എന്ന് പറയുന്ന ഒരു പത്രം, അതിന് പത്രത്തൊന്നും പറയാൻ പറ്റില്ല. ആ സാധനം സത്യത്തിൽ വന്ന് നമ്മുടെ കേരളത്തിന് തന്നെ അപമാനമായി മാറുകയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ ഈ സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ വ്യാജ വാർത്ത ചെയ്തിട്ടുള്ളത് മനോരമയാണ്. മനോരമ പലപ്പോഴും കേരളത്തിനൊപ്പം തന്നെയാണ് എന്ന് പോലും തോന്നിയിട്ടുണ്ട്. ഈ വലതുപക്ഷം പറയുന്ന, പ്രതിപക്ഷം പറയുന്ന നുണകൾ മാത്രം എഴുതി വിടാനുള്ള ഒരു പേപ്പറാണോ, അല്ലെങ്കിൽ അത് മാത്രം പ്രചരിപ്പിക്കാനുള്ള ഒരു ചാനലാണോ എന്നൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തോന്നലല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാതെ പോയി കേട്ടോ. പ്രതിപക്ഷത്തിന്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. സതീശൻ മിക്കവാറും ഈ കണക്കിനെ പോണെങ്കിൽ വനവാസത്തിന് പോകേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്ന് പറയാം. ഇന്നിപ്പോ ഹൈക്കോടതി തന്നെ ഒന്ന് ആട്ടി വിട്ടിട്ടുണ്ട് പ്രതിപക്ഷത്തെ. മുഖ്യമന്ത്രിയുടെ DA സന്ദേശം നല്ല ഭരണത്തിന്റെ ഭാഗമാണെന്ന് ഹൈക്കോടതി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇനി ഹൈക്കോടതിയും PR വർക്ക് ചെയ്യുകയാണ്. ഹൈക്കോടതിക്ക് പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചാണെന്നൊക്കെ സതീശനും പ്രതിപക്ഷവും പറഞ്ഞാൽ നമ്മൾ ഞെട്ടാനില്ല. ഈ മഞ്ഞപ്പിത്തം വന്നവർക്ക് എന്ത് കണ്ടാലും മഞ്ഞയായിട്ട് തോന്നും എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ ആരെന്ത് നല്ലത് പറഞ്ഞാലും അപ്പൊ ചാടി ഇവന്മാര് പറയുന്ന ഡയലോഗാണ് ഇത് PR വർക്കാണ്, ഇത് പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സർക്കാരിനെ പറ്റി നല്ലത് പല ആളുകളും പറയുന്നത്? ഈ നാടിന് വേണ്ടിയാണ്. ഈ നാട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. ഈ നാട്ടിൽ വികസന തുടർച്ച ഉണ്ടാകാൻ വേണ്ടിയാണ്. മതനിരപേക്ഷത ഇങ്ങനെ തന്നെ തകർന്നു വീഴാതെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ ഈ സർക്കാരിനെ പറ്റി, ഈ സർക്കാർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ പറ്റി പറയുന്നത്. അത് കേൾക്കുമ്പോൾ പ്രതിപക്ഷത്തിന് പെട്ടെന്ന് ഹാലിളകും. അവർ അസഹിഷ്ണുത പുറത്ത് ചാടുകയും ചെയ്യും. ഇപ്പൊ തന്നെ ഈ ഹൈക്കോടതി പറഞ്ഞ കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്താണ് കാണാൻ സാധിക്കും. DA സന്ദേശം അയച്ചതിനെതിരായ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഇന്ന് സർക്കാരിനെ പ്രശംസിച്ചു എന്നുള്ളത് ചെറുതായി നമുക്ക് കാണാൻ കഴിയില്ല. അതിന്റെ ഒരു വലിയ ക്രെഡിറ്റ് ചെന്നിത്തലയ്ക്ക് കൊടുക്കണം കേട്ടോ. ചെന്നിത്തല ഇതുമായിട്ട് കോടതി പോയത് കൊണ്ടാണല്ലോ കോടതി ഈ സർക്കാരിന്റെ ഈ ഒരു മാതൃകാപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ വളരെ മികച്ച ഒരു ഭരണത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ചത്. അയച്ചത് സ്വകാര്യത ലംഘനമാണെന്നും ഡാറ്റ ചോർച്ചയാണെന്നും ഒക്കെ കാട്ടിയാണ് നമ്മുടെ രമേശ് ചെന്നിത്തല കോടതിയിൽ ഇങ്ങനെ ഹർജി നൽകിയത്. അവസാനം എന്താണ് സംഭവിച്ചത്? പണ്ട് മാത്യു കുഴൽനാടനെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും വിജിലൻസ് കോടതിയൊക്കെ ഓടിച്ചതുപോലെ കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട്. സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ നിന്നുള്ള വ്യക്തി വിവരങ്ങൾ IT വകുപ്പിന് ഉപയോഗിക്കാമെന്നും ജീവനക്കാർക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങളിൽ ഉൾപ്പെട്ട കാര്യങ്ങളാണ് സന്ദേശമായി അറിയിച്ചിട്ടുള്ളതെന്നും ഒക്കെ കോടതി നിരീക്ഷിച്ചു. ക്ഷേമരാഷ്ട്രത്തിന്റെ നല്ല ഭരണനിർവഹണത്തിന്റെ ഭാഗമാണിതെന്ന് പറഞ്ഞ കോടതി ഭരണനിർവഹണത്തിന്റെ ഭാഗമായി സന്ദേശങ്ങൾ അയക്കാവുന്നതാണ് എന്നാണ് പ്രതിപക്ഷത്തിനോട് പറഞ്ഞത്. ഒപ്പം DA സന്ദേശം സ്വകാര്യതയുടെ ലംഘനമല്ലെന്നും ഹൈക്കോടതി നമ്മുടെ സതീശിനോടും ഗ്യാങ്ങിനോടും ചെന്നിത്തലയോടും ഗ്യാങ്ങിനോടും കുത്തിത്തിരിപ്പ് മാപ്രകളോടും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഡേറ്റ ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ കോടതി DA സന്ദേശത്തിൽ രാഷ്ട്രീയമില്ലെന്നും നിയമവിരുദ്ധതയില്ലെന്നും സിംഗിൾ ബെഞ്ച് ഇന്ന് പറഞ്ഞു. അത് ഒരു വലിയ കാര്യം തന്നെയല്ലേ? വലിയ കാര്യമാണ്.
CMDRF-ലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി സന്ദേശം അയക്കാനൊന്ന് ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ താങ്ങും നമ്മുടെ പ്രതിപക്ഷം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മാധ്യമങ്ങൾക്ക് ഇത് അന്തിച്ചർച്ച നടത്താനുള്ള ഒരു ടൂളേ അല്ല കേട്ടോ. അവർ അന്തിച്ചർച്ചയൊന്നും നടത്തില്ല. കാരണം എന്താണ്, അടി കിട്ടിയിരിക്കുന്നത് പ്രതിപക്ഷത്തിനാണ്. അതുകൊണ്ട് തിരുമമണി പോകും. സത്യത്തിൽ എന്തായിരുന്നു UDF-ന്റെ ഭരണകാലത്ത് ഈ നാടിന്റെ അവസ്ഥ? എന്തുകൊണ്ടാണ് UDF-ന്റെ ഭരണം വേണ്ടേ വേണ്ട എന്ന് ജനങ്ങൾ പറയുന്നത്? എന്തുകൊണ്ടാണ് സർവേകളിൽ പോലും ഇത് നിഴലിച്ചു കാണുന്നത്? നിഷ്പക്ഷമായിട്ടുള്ള പല സർവേകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അമ്പേ പരാജയമായി നമ്മുടെ UDF 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിയും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓർക്കുന്നില്ലേ? കേരളത്തിൽ നിക്ഷേപം നടത്താൻ എത്തിയ പണ്ട് പല ആളുകളുമൊക്കെ ഇവിടത്തെ നമ്മുടെ ഈ നാട്ടിലെ റോഡുകൾ കണ്ട് അതിന്റെ അവസ്ഥ കണ്ട് മടങ്ങിപ്പോയൊരു ചരിത്രമുണ്ട്. ആ അവസ്ഥ മാറിയതെപ്പോഴാണ്? പിണറായി വിജയന്റെ കാലഘട്ടത്തിലാണ്. LDF ഭരണത്തിൽ വന്നപ്പോഴാണ്. UDF സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതിനാൽ മുടങ്ങിപ്പോയ ദേശീയപാത വികസനം LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിലാണ് വീണ്ടും ആരംഭിച്ചത്. 5600 കോടി രൂപയാണ് സ്ഥലം ഏറ്റെടുക്കാൻ സംസ്ഥാനം നൽകിയത്. മറ്റൊരു സംസ്ഥാനവും ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കാൻ പണം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും മികച്ച ദേശീയപാതകളൊക്കെ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സ്ഥലം ഏറ്റെടുത്ത് നൽകുന്ന കാര്യത്തിൽ UDF സർക്കാർ കാണിച്ച കെടുകാര്യസ്ഥതയ്ക്ക് നാം കൊടുക്കേണ്ടി വന്ന പിഴയാണ് ഈ 5600 കോടി എന്ന് പറയുന്നത്. അതായത് എന്റെ നിങ്ങളുടെയൊക്കെ പണമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സർക്കാരിനെ ഇനി അധികാരത്തിൽ വരാൻ, നമ്മളെ ഇങ്ങനെ ദ്രോഹിച്ച ഒരു UDF സർക്കാരിന് അധികാരത്തിൽ വരാൻ നമ്മൾ ഇങ്ങനെ വാ മോനെ എന്ന് പറഞ്ഞ് ക്ഷണിക്കുമോ? ഇല്ല. മലയോര ഹൈവേക്കും തീരദേശ ഹൈവേക്കും ഒക്കെയായി സർക്കാർ 10,000 കോടി രൂപ മാറ്റിവെച്ചു എന്നുള്ളതാണ്. കോവളം ബേക്കൽ ജലപാത അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പളം പാലം കഴിഞ്ഞ ദിവസമാണ് നാടിന് സമർപ്പിച്ചത്. എത്ര വർഷമായിട്ടുള്ള, എത്ര കാലമായിട്ടുള്ള നാട്ടിലെ ആ ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഈ സർക്കാർ സഫലമാക്കി കൊടുത്തത്. ഇതൊക്കെ ജനങ്ങൾ കണ്ണു തുറന്ന് കാണുന്നില്ലേ? വയനാട് തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക് കുതിക്കുകയാണ്. പതിറ്റാണ്ടിലേറെ കാലം മുടങ്ങിക്കിടന്ന ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഈ സർക്കാരല്ലേ, പിണറായി വിജയൻ സർക്കാരല്ലേ? 35,000 കോടി രൂപ ചെലവിട്ട് റോഡുകൾ ഹൈടെക് ആക്കി. ഇന്ന് നമ്മുടെ റോഡുകളുടെയൊക്കെ ഒരു ക്വാളിറ്റി എത്രത്തോളമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? 62 ലക്ഷം ആളുകൾക്ക് മുടങ്ങാതെ 2000 രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. UDF-ന്റെ ഭരണകാലത്ത് 600 രൂപയായിരുന്ന പെൻഷൻ ഇന്ന് 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം മറന്നുപോകരുത്. 18 മാസം കുടിശ്ശിക വരുത്തി 21 ലക്ഷം ആളുകൾക്ക് പോലും കറക്റ്റായിട്ട് പെൻഷൻ കൊടുക്കാൻ കഴിയാതെ പോയ ഒരു സർക്കാരായിരുന്നു UDF സർക്കാർ. അവർ മുടക്കിയ പെൻഷൻ അടക്കം കൊടുത്തു തീർത്ത ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. സംസ്ഥാനത്ത് ചരിത്രത്തിൽ ആദ്യമായി സ്കൂൾ തുറക്കും മുമ്പ് തന്നെ അധ്യയന വർഷത്തിലേക്കുള്ള പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്ത സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. KCB-യും KSRTC-യും ഒക്കെ ലാഭത്തിലാക്കിയ സർക്കാർ. KSRTC ഒക്കെ അടച്ചു പൂട്ടുമെന്നായിരുന്നല്ലോ അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നത്. പവർ കട്ടിന് ഗുഡ് ബൈ പറഞ്ഞൊരു സർക്കാർ. പവർ കട്ട് എന്താണെന്ന് ഇപ്പോഴത്തെ പിള്ളേരോട് ചോദിച്ചാൽ അതെന്ത് സാധനമെന്ന് ഇങ്ങോട്ടേക്ക് ചോദിക്കും. കേരളത്തിൽ സൂപ്പർ പവർ ഹൈവേ കൊണ്ടുവന്ന സർക്കാർ അതാണ് പിണറായി വിജയൻ സർക്കാർ. ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, അങ്ങനെ എല്ലാ മേഖലകളും ഒന്നാമതാണ്. വ്യവസായ മേഖല, ടൂറിസം മേഖല, അങ്ങനെ കേരളത്തിലെ ഓരോ മേഖല എടുത്ത് നോക്കിയാലും രാജ്യത്തിന് തന്നെ മാതൃകയായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളം വലിയ നേട്ടങ്ങളാണ് എല്ലാ മേഖലയിലും കൈവരിച്ചത്. കോവിഡ് കാലത്ത് UDF ആയിരുന്നു കേരളം ഭരിച്ചിരുന്നതെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തും സംഭവിച്ച ദുരന്തം കേരളത്തിലും സംഭവിക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അങ്ങനെ സംഭവിച്ചോ? ഇല്ല. പിണറായി വിജയൻ എത്ര ഭംഗിയായാണ് ആ വിഷയത്തെയൊക്കെ കൈകാര്യം ചെയ്തത്. ലൈഫ് മിഷൻ വഴി 4.5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു കൊടുത്തില്ലേ? കിഫ്ബി വഴി 50,000 കോടി രൂപയുടെ വികസനം നമ്മുടെ നാട്ടിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം അന്ന് പരിഹസിച്ചു അല്ലെ? കിഫ്ബി വഴി 96,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയ സർക്കാർ. വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം ഒന്നാമതായി എന്ന കാര്യം മറന്നുപോകരുത്. ടൗൺഷിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കൂ. വയനാട് ഒരു മഹാദുരന്തം സംഭവിച്ചിട്ട് ആ ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തുമെന്നും പറയുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കി കാണിച്ചിരിക്കുകയും ചെയ്തു നമ്മുടെ സർക്കാർ. ഇപ്പോഴും കല്ലിട്ട് പോയ ആ പ്രതിപക്ഷം അവരിപ്പോ മേടിച്ച ഭൂമിയിലേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇതാണ് UDF വേണ്ടേ വേണ്ട എന്ന് കേരളം ഒന്നടക്കം പറയാനുള്ള കാരണം. ഈ സർക്കാർ തന്നെ തുടരട്ടെ എന്ന് പറയാനുള്ള കാരണവും ഇത് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ സത്യം വിളിച്ചു പറയുമ്പോൾ നമ്മൾ അന്തംഗമ്മിയാവും, നമ്മൾ ചെയ്യുന്നത് PR വർക്കാവും. പക്ഷെ സത്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.